അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രഭാതയാമത്തെ കാണുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ ആരംഭത്തിലാണ് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയിരിക്കുന്ന തൻ്റെ കാഴ്ചയുടെ ഒന്നാമത്തെ കാഴ്ച, സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ ഭൂമിയിൽ അനേക വാതിലുകൾ നമ്മുടെ മുൻപിൽ അടഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഭാരപ്പെട്ടിട്ടുണ്ട്, പരാതിപ്പെട്ടിട്ടുണ്ട്, മനോവേദന അനുഭവിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം വാതിലുകളിൽ നാം മുട്ടിയിട്ടുണ്ട്. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കും, ഇപ്പോൾ തുറക്കും, പിന്നെ തുറക്കുമെന്ന് ആശിച്ച് മോഹിച്ച് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരുന്ന വാതിലുകൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും തുറന്നു കാണുവാൻ അവസരം ലഭിക്കാത്ത എത്രയോ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, യോഹന്നാൻ അവരോട് വിളിച്ചു പറയാണ്, അനന്തരം ഞാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. ഈ ഭൂമിയിലെ വാതിലുകളൊക്കെ അടഞ്ഞുകൊള്ളട്ടെ, സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിരിപ്പുണ്ട്. ആ തുറന്നിരിക്കുന്ന വാതിലിലേക്ക് ഒരു നിമിഷം നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ആദ്യത്തെ ശബ്ദം, ഇവിടെ കയറി വരിക. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദത്തോടെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സന്തോഷത്തോടുകൂടെ കയറി ചെന്നു. അതിൻ്റെ അർത്ഥം, തന്നോട് സംസാരിച്ച വ്യക്തി അങ്ങ് മുകളിലാണ്, താൻ താഴെയാണ്. ഈ താഴെ നിന്ന് ഉയരത്തിലേക്ക് താൻ പടവുകൾ കയറി ചെന്നപ്പോൾ തനിക്ക് കാണുവാൻ കഴിഞ്ഞതായ ഒരു കാഴ്ച, ഒരു സിംഹാസനം വച്ചിരിക്കുന്നു. ആ സിംഹാസനത്തിൽ മനുഷ്യപുത്രനോട് തുല്യനായ ഒരുവൻ ഇരിക്കുന്നു. അവൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആ മനുഷ്യപുത്രനെ അവൻ അതുവരെയും കണ്ടിട്ടില്ലാത്തൊരു വേഷത്തിൽ, ഒരു രൂപത്തിൽ, ഒരു ഭാവത്തിൽ, സൂര്യകാന്തത്തോടും മരതകത്തോടും തുല്യനായ ഒരു മനുഷ്യൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ മനുഷ്യപുത്രനെ കുറിച്ച് യോഹന്നാന് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യപുത്രന് ഇങ്ങനെ ഒരു രൂപമാണെന്ന് യോഹന്നാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പല കാര്യങ്ങളിലും മനുഷ്യപുത്രന്റെ മഹത്വത്തെക്കുറിച്ച് താൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. മറുരൂപ മലയിൽ വെച്ച് താൻ തേജസ്വീകരിക്കപ്പെടുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും സൂര്യകാന്തം പോലെയും മരതകം പോലെയും ഉള്ളതായ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയിൽ ശോഭിക്കുന്ന ശോഭയുടെ മഹത്വത്തിൽ മനുഷ്യപുത്രനെ ആദ്യമായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. തൻ്റെ കാഴ്ചയ്ക്ക് വളരെ ഇമ്പമായിരുന്നു. ആ കാഴ്ച തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കൽ പോലും മറഞ്ഞു പോകരുതെന്ന് താൻ ആഗ്രഹിച്ചു. തന്നോട് പറഞ്ഞതായ വാക്ക്, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ അവസ്ഥയെ നമ്മളൊന്ന് നോക്കൂ. പത്മോസ് ദ്വീപിൽ തന്നെ ഒരു കുറ്റക്കാരൻ എന്ന രീതിയിൽ സുവിശേഷ നിമിത്തം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുയേശുവിൻ്റെ ആ നാമനിമിത്തം തന്നെ ഒരു ദ്വീപിലേക്ക്, മനുഷ്യപ്പാർപ്പില്ലാത്ത ഒരു ദ്വീപിലേക്ക്, വന്യജീവികളും ഇഴജാതികളും മരീചികളുമുള്ളതായ, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതായ ജീവികളുടെ സങ്കേതമായ ആ പത്മോസ് ദ്വീപിൽ മനുഷ്യവാസം ഒന്നുമില്ലാത്ത, കെട്ടിടങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ഒരു ഭവനങ്ങളും ഇല്ലാത്തതായ ഒരു ദ്വീപിൽ അവനെ നാടുകടത്തി. അവിടെ ഒരു കെട്ടിടമില്ല, അവിടെ ഒരു വീടുകളില്ല, അവിടെ ഒരു കൊട്ടാരമില്ല, അവിടെ ഒന്നും തനിക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ വേണ്ടി പറയത്തക്ക രീതിയിലൊന്നുമില്ല. വിജനമാണ്. തന്നെ സ്വീകരിക്കുവാനും തന്നോട് സംസാരിക്കുവാനും ഒരു വ്യക്തിയുമില്ല. താൻ തന്നെ ഇരുന്ന് സംസാരിക്കുക, തൻ്റെ അനുഭവങ്ങളൊക്കെ തന്നെത്താനെ പങ്കിടുന്നതായ ഒരു സമയത്ത് താൻ ദൈവത്തിൽ നിന്നൊരു ദർശനം ഉണ്ടായി. അവനെ ആത്മവിവശതയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉയരത്തിലേക്ക്, വലിയ ഉയരമുള്ള അല്ലെങ്കിൽ അത്യുന്നതമായ ഉയരത്തിലേക്ക് യോഹന്നാനെ കൊണ്ടുപോയി ദിവ്യ ദർശനങ്ങളാൽ അവനെ നിറയ്ക്കുകയുണ്ടായി. ദൈവത്തിന് മഹത്വം. ഈ ഭൂമിയിലെ ന്യായാധിപന്മാരുടെ വാതിലുകളും ന്യായം കിട്ടേണ്ടതായ സ്ഥാനങ്ങളും തന്നെ സ്വീകരിക്കേണ്ടതും
തന്നെ അംഗീകരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമായ അനേക വാതിലുകൾ തന്നെ മുൻപിൽ അടഞ്ഞുപോയപ്പോൾ തനിക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു വാതിൽ സ്വർഗത്തിലുണ്ട് എന്നുള്ളതായ ഒരു പ്രത്യാശ യോഹന്നാന്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം. ഉണ്ണുവാനും കുടിപ്പാനും ഒന്നുമില്ല എങ്കിലും ഈ കാഴ്ച യോഹന്നാനെ ഒരു പുതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നാം ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം അടഞ്ഞു കിടക്കുന്ന വാതിലുകളാണ്. ഈ ഭൂമിയിൽ നിന്നും കൊണ്ട് നമുക്ക് തുറന്നിരിക്കുന്നതായ സ്വർഗത്തിലെ വാതിലുകൾ ദർശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തന്നോട് സംസാരിച്ചതായ ആ വാക്കുകളുടെ ആദ്യത്തെ ശബ്ദം ഇവിടെ കയറി വരിക. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ വാതിലുകൾ കാണുവാനും തുറക്കുവാനും അതിലെ കാര്യങ്ങളൊക്കെ വാദവരാതെ നമ്മൾ സംസാരിക്കും. നമ്മൾ അറിയാതെ പല കാര്യങ്ങളും നമ്മുടെ ഇമാജിനേഷനിൽ കടന്നു വരും. എന്നാൽ നമ്മുടെ സ്വന്തമായ ധാരണയിലും ഊഹാപോഹങ്ങളിലും നമ്മൾ സംസാരിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയാണ്, നീ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യണം, ഇവിടെ കയറി വരണം. മേലാൽ സംഭവിപ്പാനുള്ളതും നീ കാണുന്നതിൻ്റെ വിശേഷതകളുമൊക്കെ ഏതാണെന്നൊക്കെ നീ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം വേണം വായെടുത്ത് സംസാരിക്കുവാൻ. മറ്റുള്ളവർ നമ്മെ കൈവിട്ടേക്കാം, നാം ഏകരായ ചില സ്ഥാനങ്ങളിൽ എത്തപ്പെട്ടേക്കാം, നമുക്കാരുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെങ്കിൽ സ്വർഗത്തെക്കുറിച്ചൊരു ദർശനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ മുൻപിൽ ഒരു ദിവസം തുറന്നിരിക്കുന്ന ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. അതാരാലും അടയ്ക്കാൻ കഴിയുകയില്ല. അവിടെ നിന്ന് നിനക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ഇൻപ ശബ്ദമുണ്ട്, ഇവിടെ കയറി വരിക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ശബ്ദം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസത്തെ കൊണ്ടുവരും, വലിയൊരു സമാധാനത്തെ കൊണ്ടുവരും. നമുക്ക് വേണ്ടി ആരൊക്കെയോ ഉണ്ടെന്നുള്ളതായ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടും. എന്താണ് അതിനുശേഷം താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ താൻ കണ്ടതായ ആ മനുഷ്യപുത്രന് തുല്യനായ മരതകത്തോടും സൂര്യകാന്തത്തോടും തുല്യനായ ആ മനുഷ്യപുത്രനിരിക്കുന്ന സിംഹാസനത്തിന് മുൻപിൽ അതിനു ചുറ്റും താൻ കാണുകയാണ് ഒരു പച്ച വില്ല്. അതെന്താണ് ഈ പച്ച വില്ല് താൻ കണ്ടത്? ഒരു മഞ്ഞ വില്ല് എന്തുകൊണ്ട് കണ്ടില്ല? ആ വില്ല് എന്തുകൊണ്ട് ഒരു ചുവന്ന വില്ല് കണ്ടില്ല? നമുക്കറിയാം എന്താണ് ഈ പച്ച വില്ല്. അത് പ്രവേശനം, വെൽക്കം, നിന്നെ സ്വാഗതം ചെയ്യുകയാണ്. നാം ഒരു ട്രാഫിക്കിൽ നിന്നാൽ, വാഹനം ഓടിക്കുമ്പോൾ ട്രാഫിക്കിൽ നിന്നാൽ അവിടെ ഒരു ചുമന്ന ഒരു ലൈറ്റാണ് നമ്മുടെ മുൻപിൽ പ്രകാശിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രവേശനമില്ല, ഡോണ്ട് എൻറ്റർ, നോ എൻട്രി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ആ ചുമന്ന വില്ല് മാറിയതിന് ശേഷം അവിടെ ഒരു മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ എന്താണ് അത് നമ്മളോട് സംസാരിക്കുന്നറിയാമോ? തയ്യാറെടുക്കൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ആ മഞ്ഞ ലൈറ്റിന് ശേഷം നമ്മുടെ മുൻപിൽ പച്ച ലൈറ്റ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം സ്വാഗതം, കടന്നു വരിക, പ്രവേശിക്കുക, നിന്റെ മുൻപിൽ വാതിൽ തുറന്നിരിക്കുന്നു. സ്വർഗത്തിലും അതുപോലാണ്. ഈ ഭൂമിയിൽ അങ്ങനെയെങ്കിൽ സ്വർഗത്തിലും കാണപ്പെട്ടതായ പച്ചവില്ലിന് ഒരർത്ഥമുണ്ട്, നിന്നെ സ്വാഗതം ചെയ്യുന്നു. പത്മോസ് ദ്വീപിൽ ഏകനായി എറിയപ്പെട്ടതായ, ഉപേക്ഷിക്കപ്പെട്ടതായ, നാടുകടത്തപ്പെട്ടതായ യോഹന്നാനോട് ദൈവത്തിന്റെ ആത്മാവ് ചില ലക്ഷണങ്ങളാൽ, ചില കാഴ്ചകളാൽ തന്നോട് സംസാരിക്കുകയാണ്. താൻ കാണുകയാണ് പച്ചവില്ല് കണ്ടു എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവേശനത്തിന് തടസ്സമില്ല. അവനെ സ്വാഗതം ചെയ്യുന്ന ഒരു വാതിൽ, അവനെ കാഴ്ച കാണിക്കുക മാത്രമല്ല, അവനെ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നതായ ഒരു വലിയൊരു സ്വാഗതാർഹമായ ഒരു പ്രവേശന ആ വാക്തത്വം അവന്റെ മുൻപിൽ ഇതാ കടന്നു വരുന്നു, അവന്റെ മുൻപിൽ പ്രകാശിപ്പിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തെ കാണുവാനുള്ളതായ ഭാഗ്യം, നമ്മുടെ കർത്താവിനെ കാണുവാനുള്ളതായ ഭാഗ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുൻപിലും ആ വാതിലുകൾ നമ്മളോട് സംസാരിക്കും. കയറി വരിക, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കടന്നു വരിക. ദൈവത്തിന് സ്തോത്രം. അവൻ സൂര്യകാന്തത്തോട് തുല്യൻ, അവൻ മരതകത്തോട് തുല്യൻ. നീ മുമ്പേ ഭൂമിയിൽ വെച്ചറിഞ്ഞതൊക്കെയും തന്റെ മാനുഷിക അവതാരങ്ങളെ കുറിച്ചാണ്, മാനുഷിക ശബ്ദത്തെ കുറിച്ചാണ്. എന്നാൽ നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവൻ ഉച്ചരിക്കുന്ന വാക്കുകളും അവൻ പറയുന്നതായ ഭാഷകളുമൊക്കെ സ്വർഗതുല്യമാണ്. അന്ന് ആ ശബ്ദം നീ കേൾക്കുമ്പോൾ, ആ പ്രവേശന കവാടം നീ കാണുമ്പോൾ നിന്റെ സങ്കടങ്ങൾ നീ മറക്കും, നിന്റെ ദുഃഖങ്ങൾ നിന്നെ വിട്ടുപോകും. നിനക്ക് ആരുമില്ല എന്നുള്ളൊരു ചിന്ത നിന്നെ വിട്ട് അമ്മയെ കടക്കും. നിനക്കെല്ലാവരുമുണ്ട്. അവിടെ ധാരാളം ആയിരം ദൂതന്മാർ നിന്നെ എതിരേൽക്കുവാൻ അവിടെ കാവൽ നിൽക്കുന്നു എന്നുള്ളതായ ഒരു വലിയൊരു ബോധ്യം നിന്റെ മുൻപിൽ ഉണ്ടാകും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഈ ഭൂമിയിൽ വെച്ച് നാം കാണപ്പെടുന്നതായ വാതിലുകളും
ഈ ഭൂമിയിൽ വെച്ച് നാം കേൾക്കുന്നതായ ആ വാഗ്ദത്തങ്ങളുമൊക്കെയും പ്രത്യാശയില്ലാത്തതായി, നമുക്കൊന്നും സമ്മാനിക്കാത്ത, നിരാശ പകരുന്നതായ, അല്ലെങ്കിൽ നമ്മെ ദുഃഖിപ്പിക്കുന്നതായ, വേദനിപ്പിക്കുന്നതായ, ഏകാന്തതയിലേക്ക് നമ്മെ വഴി നടത്തുന്നതായ, വലിച്ചെറിയുന്നതായ, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന, നമ്മെ തള്ളിക്കളയുന്നതായ വാക്കുകളായിരിക്കാം. നാം രോഗിയായിരിക്കുന്നെങ്കിലും, അല്ലെങ്കിൽ തിളച്ച എണ്ണയിൽ മുക്കപ്പെട്ട് ശരീരം മുഴുവനും പഴുത്തിർന്ന്, അല്ലെങ്കിൽ ഒരു വ്രണം കൊണ്ട് നിറഞ്ഞതായി ഒരു മനുഷ്യനെ പ്രവേശിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ആരും ഒരു വാതിലുകളും തുറക്കുകയില്ല. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ നിമിത്തം തിളച്ച എണ്ണയിൽ മുക്കിയ ഒരു മനുഷ്യൻ, അവന്റെ ത്വക്കുകളെല്ലാം ദ്രവിച്ചു പോയിരുന്നിരിക്കും. പൊള്ളി കുടുന്ന്, അല്ലെങ്കിൽ ഒരിക്കലും കരിയാത്ത ഒരു ക്യാൻസർ രോഗം പോലെ അവന്റെ മുൻപിൽ ഒരു രോഗിയായി അവൻ തീർന്നിരിക്കും. അവന്റെ ത്വക്കിലെ വ്രണങ്ങൾ അത്ര വേഗം കരിഞ്ഞിരിക്കില്ല. അങ്ങനെ നാറ്റം വെച്ചതായ ഒരു ജീവിതത്തെ ഒരു വാതിലിൽ കൂടെ, സ്വർഗതുല്യമായ ഒരു വാതിലിൽ കൂടെ കയറ്റുവാൻ ഈ ഭൂമിയിൽ ഒരു വാതിലും തുറക്കുകയില്ല. പക്ഷെങ്കിൽ സുവിശേഷ നിമിത്തമാണ് നീ അങ്ങനെയുള്ള ഒരു പാടുകൾ നിനക്ക് കേൾക്കേണ്ടി വന്നതെങ്കിൽ, ഒരു തിരക്തത നിനക്ക് അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ, ഇതാ നിന്റെ മുൻപിൽ സ്വർഗം തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിലിനെ നിനക്ക് കാണുവാൻ കഴിയും. ഈ ഭൂമിയിൽ നാം കർത്താവിന്റെ നാമത്തിൽ അനുഭവിക്കുന്ന പാടുകൾക്കും ദുരിതങ്ങൾക്കും കണ്ണുനീരിനും യാതനയ്ക്കും എല്ലാം അതിനങ്ങേപ്പുറത്ത് തുറന്നിരിക്കുന്ന ഒരു സ്വർഗം നമ്മൾ കാണുമ്പോൾ, അവിടെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിൽ നമുക്ക് കാണുമ്പോൾ, ആ ഇൻപ ശബ്ദം നമ്മെ മാടി വിളിക്കുന്നതായ ഒരനുഭവം നമുക്ക് കേൾക്കാൻ കഴിയും. എന്താണെന്നറിയാമോ? ദൂരെ നിൽക്കുവാനല്ല പറയുന്നത്, ഇവിടെ കയറി വരിക. നിനക്ക് കയറി വരുവാൻ നിന്റെ കാഴ്ചയ്ക്ക് ഒരു പച്ചവില്ല അവിടെ കാണുവാൻ കഴിയും. അവിടെ ചെല്ലുമ്പോഴോ ദൈവത്തെ നിനക്ക് മുഖാമുഖമായി, കർത്താവിനെ നീ കണ്ടതിൽ നിന്ന് വിഭിന്നനായി, ഒരു വലിയ ശക്തിയുള്ള ദൈവം, നീ കല്ലിനെയും മരത്തെയും മനുഷ്യമുഖങ്ങളെയും അല്ല നീ ആരാധിക്കുന്നത്, സർവശക്തനായ ഒരു ദൈവം, നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ, നിന്നെ വിശ്വസിപ്പിച്ചവൻ, നിന്നോട് അരുളി ചെയ്തവൻ, നിന്നെ സൗഖ്യമാക്കിയവൻ, നിന്നെ വീണ്ടെടുത്തവൻ, നിന്നോടുകൂടെ ലോകാവസാനത്തോളം ഇരിക്കാമെന്ന് വാഗ്ദത്തം നിനക്ക് തന്നവൻ, ഒരു സ്ഥലം നിനക്ക് ഒരുക്കി കഴിഞ്ഞ് ആ സ്ഥലത്തിൽ നിന്നെയും ചേർക്കുവാൻ വേണ്ടി ഞാൻ വീണ്ടും വരാമെന്ന് നിന്നോട് പറഞ്ഞവൻ, അവന്റെ രൂപം കാണുമ്പോൾ നിന്റെ സങ്കടങ്ങളൊക്കെ മാറും. നീ കേട്ടതെല്ലാം സത്യമാണെന്നുള്ളതായ ഒരു ചിന്ത അപ്പോഴാണ് നിന്നെ ഭരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ജീവിതത്തിൽ ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അടഞ്ഞുകിടക്കുന്ന വാതിലുകളെ കുറിച്ചും നിന്റെ മുൻപിൽ കൊട്ടിയടച്ച വാതിലിനെ കുറിച്ചും നീ പരാതിപ്പെടുകയും ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും ആവലാതിപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിനക്കുള്ളവരും നിനക്ക് വേണ്ടപ്പെട്ടവരും നിന്നെ സ്നേഹിക്കേണ്ടവരും നിന്നെ മാനിക്കേണ്ടവരും നിന്റെ മുൻപിൽ എത്രയോ വാതിലുകൾ കൊട്ടിയടച്ചിട്ടുണ്ട്, നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ദുർഗന്ധം നിമിത്തം അവരുടെ മുൻപിൽ നിന്നെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ നിന്നെ ഏറ്റവും പുറകിൽ തള്ളിക്കളഞ്ഞ അനുഭവങ്ങളൊക്കെ കാണും. പക്ഷെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവൻ നിമിത്തം ആർക്ക് വേണ്ടി നീ ആ പാടുകൾ സഹിച്ചോ, അവൻ നിന്നെ കാണുമ്പോൾ അവനിൽ നിന്നൊരു വാക്ക് നിനക്ക് കേൾക്കാൻ കഴിയും, ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത്, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ളത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് കരുതിയിട്ടുള്ളൂ എന്നുള്ളത് നിന്നെ കാണിക്കുവാൻ വേണ്ടി ഈ കയറ്റം കയറി നീ എൻ്റെ അടുത്ത് വന്നെങ്കിൽ മാത്രമേ അത് നിനക്ക് കാണിക്കാൻ കഴിയുള്ളൂ. ആ കാഴ്ചയെ കാണുവാൻ, ജീവിതത്തിൽ പ്രത്യാശ കൊണ്ടുവാൻ, കഷ്ടങ്ങളുടെ മുൻപിൽ നാം ദൈവത്തിൽ എങ്ങനെ ആശ്രയിക്കണമെന്നുള്ളതായ, ദൈവത്തിൽ എങ്ങനെ പ്രത്യാശ വയ്ക്കണമെന്നുള്ളതായ ഒരു വലിയ നിശ്ചയം നമ്മെ ഭരിക്കുവാൻ തക്കണം. നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഈ പ്രഭാതത്തിൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, പ്രത്യാശ നൽകുമാറാകട്ടെ. God bless you.